ഇവന് വിഷമം വരുമ്പോൾ അമ്മയുടെ മടിയിലാണ് കിടക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ മടിയിൽ തല ചായച്ചു. അവൻ ആ പക്ഷികൾ അവർ കൊണ്ടുപോയപ്പോൾ ഭയങ്കര ദുഃഖമായിപ്പോയി കേട്ടോ. അവന് മാത്രമല്ല ഞങ്ങൾക്കും ദുഃഖമായി, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അവന് ഭയങ്കര ദുഃഖമായിട്ട് അവനിപ്പോൾ വൈകുന്നേരം ഒന്നും കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ജബർദസ്തി പച്ചക്കറികളും തൈരും ഒക്കെ ആയിട്ട് വാരി കൊടുക്കുന്നുള്ളതുകൊണ്ട് കഴിക്കുന്നു. ഇങ്ങനെ വന്ന് കിടക്കുന്നു കേട്ടോ, വിഷമിക്കുന്നു. പച്ചിയിൽ പോയാ പൊന്നോ, പച്ചി പോയാ നമുക്കൊരെണ്ണം മേടിക്കാൻ പറയാം കേട്ടോ ചേച്ചിയോട്. നമുക്കിവിടെ മോള് പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ അങ്ങനെ പക്ഷികളെ നമ്മൾ കൂട്ടിലിട്ട് അവരെ പാറി പറന്ന് നടക്കാൻ അനുവദിക്കണം. നമുക്കൊന്നിനും ഇങ്ങനെ ബന്ധസ്ഥയാക്കുന്നത് ഇഷ്ടമല്ല. അവൾ പറയുന്നത് അതാണ്. നമുക്ക് മറ്റവരെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സങ്കടമായെങ്കിലും നമുക്ക് എന്താ ഇങ്ങനെ കൂട്ടിൽ പിടിച്ച് കെട്ടി ബന്ധസ്ഥനെയാക്കുന്നതിലോട് അത്ര താല്പര്യമില്ല. അവരെയൊക്കെ പറപ്പിച്ച് വിട്ട് അവരവരുടെ ഫ്രീയിൽ നടക്കണം. അവർക്കൊക്കെ ഒരു ലോകമല്ലേ ഉള്ളൂ, ആ ലോകത്ത് അവർ പാറി പറന്ന് നടക്കണ്ടേ. അല്ല പൊന്നോ, അല്ല പൊന്നോ, എൻ്റെ പൊന്നിന് പക്ഷികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. കിടപ്പ് കണ്ടില്ലേ, അവിടെ പോച്ചോടി, അവിടെ പോച്ചു, അവിടെ പൂച്ചു, അവിടെ പോച്ചു. ഒരു വിഷമം വന്നു കഴിയുമ്പോൾ അമ്മേടെ അടുത്താണ് വരണം. അമ്മേൻ്റെ അടുത്ത് ചേച്ചിയുടെ അടുത്തൊക്കെ പോകണം. നമ്മുടെ മടിയിൽ കുറേ നേരമായി കിടക്കുന്നത് കേട്ടോ. തണുപ്പായത് കൊണ്ടാണ്, എ സി ഇട്ടിരുന്നാലും തണുപ്പായത് കൊണ്ടാണ് തറയിൽ കിടക്കുന്നത് കേട്ടോ. അവന് ഞങ്ങളും തറയിൽ ചിലപ്പോൾ കിടക്കാറുണ്ട്. അപ്പോൾ വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും നമ്മളെടുത്ത്. കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ തരണേ. ഇത് കിടക്കണ കിടപ്പ് കണ്ടോ, ഇത് വേണ്ട കണ്ടോ, കണ്ടില്ലേ പാവം. എന്നാട്ടാ ഒങ്ങിക്കൊട്ടാ. കൊച്ചിനെ എല്ലാവരെയും സ്നേഹിക്കാനേ അറിയാവൂ, പാവം. ആ പക്ഷികൾ പോയപ്പോൾ എന്നും വന്ന് അവിടെ കാലിയാണെങ്കിലും ഒന്ന് എത്തി നോക്കും കേട്ടോ. അവിടെ കാലിയായി അവരെ എടുത്തോണ്ട് പോയിട്ട് ഒന്ന് നോക്കും, അവരവിടെ ഉണ്ടോ, അവരെന്താ ഒച്ച കേൾക്കാത്തേ എന്ന്. മുടി വെട്ടാൻ പോയി ഡാഡ. ആ ഡാഡയെ വന്ന് നോക്കണം മുറിന്നേ. അവൾ നമിത പോയ പിന്നെ പുറത്തേക്ക് വിട്ട. അപ്പോൾ നോക്കുന്ന അച്ഛ എവിടെയെന്ന്. അച്ഛ എവിടെ, മുകളിലില്ല പിന്നെ മുടി വെട്ടാൻ പോയി കേട്ടാ. കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് കേട്ടോ, കുഞ്ഞ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ ഫ്രണ്ട്സ്. ഈ ചൂടത്ത് എന്ത് ചെയ്യാനാണ്, ഇവൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, വരും ചൂട്. ഇപ്പം ഏപ്രിൽ ഇത്രയും ചൂടാണെങ്കിൽ മെയ് ജൂണൊക്കെ എന്താവും അറിഞ്ഞൂടെ ഇവിടെ. പൊന്നാ കൊച്ചി റൂമിൻ്റെ അകത്തായിരുന്നേ. നമിത ദീപക്കിനെ പോലെയല്ല, ദീപക്ക് ഒരുപാട് വർഷമായില്ല. അപ്പോൾ ദീപക്ക് എന്ന് പറഞ്ഞാൽ ഇവനോട് കളിക്കുന്നൊക്കെ പല വീഡിയോസ് ഞാൻ എടുത്തു. ദീപക്കിന് ഒരു ഇതുമില്ല, ദീപക്ക് ഇവനും ഭയങ്കര കൂടാണ്. പക്ഷെ അവളടുത്ത് ഇവൻ കൊഞ്ചിച്ചുകൊണ്ട് പോയിരുന്ന അവൾക്ക് പേടിയാണ് കേട്ടോ. അവൾ ആ സ്റ്റെപ്പിൽ നിന്ന് വിളിച്ച് പറയും റൂമിലാക്കുക. എല്ലാവർക്കും അങ്ങനെ പെറ്റിനോടൊക്കെ എന്താ സ്നേഹം ഉണ്ടാവും. സ്നേഹം ഒക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവൾ തുടച്ച് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങോട്ട് പുറത്തേക്ക് വിട്ടപ്പോൾ അച്ഛനെ കാണാനില്ല. അവർ വിഷമത്തിരിക്കണം. അച്ഛൻ എങ്ങോട്ട് പോയി, മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ മുകളിലില്ല, താഴെ ഇല്ല. അച്ഛൻ മുടി വെട്ടാൻ പോയി. അതാണ് ഈ നോക്കി കിടക്കണത്. അല്ലെങ്കിൽ അവന് ഒരു ചൂട് സഹിക്കൂല കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഈ റൂം, ചേച്ചിയുടെ റൂമിൽ നിന്ന് ചേട്ടൻ്റെ റൂം അല്ലേ പൊന്നാ, ചൂടൊട്ടും സഹിക്കൂല. എൻ്റെ പൊന്നെ ഏപ്രിലിൽ ഇത്രയും ചൂടെങ്കിൽ മെയ് ജൂണാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട്. എന്ത് സഹിക്കാൻ. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ വിയർപ്പ്, ഭയങ്കര വിയർപ്പുള്ള ചൂടായിട്ടോ. തലയൊക്കെ വിയർത്ത് ഒഴുകി കുളിക്കും. ഒരു 100 പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ച് വരും. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. മോനെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളവർക്കൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരണം. ചൂടത്ത് നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കാനല്ലേ. ഇവൻ എപ്പോഴും റൂമിലും കാര്യങ്ങൾക്കൊക്കെ അല്ലേ. ഇവന് ആ പക്ഷികൾ പോയി പിന്നെ എപ്പോഴും ചെന്നൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, വിഷമമാണ് കേട്ടോ. രാത്രി ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. ഇന്നലെയൊക്കെ ഞാൻ നിർബന്ധിച്ചാൽ കൊടുത്തത് കേട്ടോ. വേണ്ടോ, നോക്കുന്നുണ്ടോ, പക്ഷിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നോക്കുന്നുണ്ടോ. ഇല്ലല്ലേ, എവിടെ പോയി, അവർ കൊണ്ടുപോയി പോനാ. നോക്കൂ, പക്ഷിയെ നോക്കുന്ന കേട്ടോ. ഇതാണ് പാവം. വന്ന് നോക്കി കണ്ടില്ല, പോയി. രാവിലെയും വന്ന് നോക്കി കണ്ടില്ല, പോയി. ഇതൊക്കെയാണ്. ആ പക്ഷി പോയപ്പോൾ ഇവന് ഭയങ്കര സങ്കടമായി കേട്ടോ. പിന്നലെയൊക്കെ എൻ്റെ മടിയിൽ വന്നൊരു വിഷമഭാവത്തിൽ കിടക്കലും, വിഷമം വന്ന മമ്മിയുടെ മടിയിലാണ് കിടക്കുന്നത്. ഇവന് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഡോക്ടർ വരുമ്പോൾ വേദനിച്ചാൽ എൻ്റെ മടിയിലാണ് വന്ന് കിടക്കുകയുള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞിലേ തൊട്ടുള്ളൊരു സ്വഭാവം. എന്തെങ്കിലും രോഗം വന്നാൽ എൻ്റെ മടിയിൽ വന്ന് കിടക്കും. എന്തെങ്കിലും ഛർദ്ദിക്കാൻ വല്ലതും വന്നാൽ എൻ്റെ മടി കിടക്കും. ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോയാൽ എൻ്റെ മടി കിടക്കും. ഇങ്ങനെ അവന് അമ്മയെ ശരിക്കറിയാം. അല്ല അറിയാമെന്ന് അമ്മ പറഞ്ഞ്.
പൊന്നിന് എന്ത് വേദന വന്നാലും മമ്മിയുടെ മടിയിലേക്ക് കിടക്കുള്ളൂ എന്ന്. ആ ഇപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോയല്ലേ എടുത്ത പൊന്നു അല്ലേ അച്ചു ആണോ? അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റയും ബൈ ബൈ പറഞ്ഞു കൊടുക്കുക. ടാറ്റ ചേച്ചിമാരെ ഒരു ബൈ ബൈ പറഞ്ഞു കൊടുക്കുക. ബൈ ബൈ പറയുന്നു. മമ്മി വൈൻഡപ്പ് ചെയ്യുന്ന ബൈ ബൈ പറ. ടാറ്റയും പറഞ്ഞ് ബൈ ബൈ. ടാറ്റ. നാളെ കാണാമെന്ന് പറ. നാളെ കാണാം. നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് മമ്മി വരും. ഇവിടെ ചൂടാണ് ആൻറ്റിമാരെ ചേട്ടന്മാരെ. ഒന്നും കൂടെ ടാറ്റ കൊടുക്കുക. നല്ല മോനല്ലേ? ഒന്നും കൂടെ ഗുഡ് ബോയ് കൊടുത്തേ. ടാറ്റ. അപ്പോൾ ടാറ്റ ബൈ ബൈ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കോ എന്നാ മമ്മി പറഞ്ഞതേ പറ. അതുവരേക്ക് ബൈ കൊടുത്തേ. ബൈ. അതുവരേക്ക് ബൈ.